ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമതി ഇന്ദിരാ കൃഷ്ണൻ എഴുതിയ ജാതി എന്ന നോവലിൻ്റെ 4ാമത് ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ. നമ്മളിതിൽ വളരെ ശക്തമായ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നുണ്ട്. ടീച്ചറമ്മ എന്ന കഥാപാത്രം, കുഞ്ഞമ്പാട്ടി, പിന്നെ വിമലുവിൻ്റെ അമ്മ, അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ. വളരെ ശക്തമായ കഥാപാത്രമാണ് വിമലു. പക്ഷേ എന്നിട്ടും അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതോ ഒരുപക്ഷെ അനുഭവങ്ങളായിരിക്കാം അവളെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത്. നമുക്ക് തുടർന്നാലോ. രാവിലെ വൈകി ഒരുപാട് ഉണരാൻ. രാത്രി മുഴുവൻ ഭൂതകാലത്തിൽ അലച്ചിലായിരുന്നുവല്ലോ. കാലത്തെ ദിനകൃത്യങ്ങൾ കഴിഞ്ഞ് അല്പം ചോറും ചെറുപയറും കൂടി വേവിച്ച് കാസറോളിൽ വെച്ചു. ഒരു സലാഡും ഉണ്ടാക്കി. ഉച്ചഭക്ഷണം റെഡി. വരുന്നുണ്ടെന്ന് ശാന്ത ടീച്ചർക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. വക്കീലിനെ കാണേണ്ട കാര്യവും പറഞ്ഞിരുന്നു. ശാന്ത ടീച്ചറുടെ ഭർത്താവിന് നല്ല കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ഏർപ്പാട് ചെയ്തു തരും. കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ഓട്ടോറിക്ഷ. ജസ്റ്റിൻ്റെ അപ്പനിറങ്ങി. കാർ തിരിച്ച് ഷെഡിലേക്കിട്ട് വീട് തുറന്നു. കയറി വരൂ. ലോനപ്പൻ മാഷ് വന്ന് സെറ്റിയിലിരുന്നു. ബാഗ് അകത്ത് കൊണ്ടുവച്ച് ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു. ചായയോ കാപ്പിയോ? തൽക്കാലം ഒന്നും വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം കൂടി. അടുക്കളയിൽ പോയി ഒരു മന്ത വെള്ളവുമായി വന്നു. ഞാൻ വന്ന കാര്യം ടീച്ചർ ഊഹിച്ച് കാണുമല്ലോ. സേതു വീടൊഴിവാക്കി അവനെ പുറത്താക്കി. അതിനെന്താ? അയാളൊരു പുരുഷനല്ലേ. പെണ്ണുങ്ങളായിരുന്നെങ്കിലല്ലേ വഴിയാധാരമായി സങ്കടപ്പെടേണ്ടോ? അവിവേകമല്ലേ ഈ കാണിക്കുന്നത്? എനിക്കങ്ങനെ തോന്നിയില്ല. അവന് ഇനിയും പെണ്ണ് കിട്ടിയെന്ന് വരും. സേതുവിന് ഒരാളെ കിട്ടാൻ എളുപ്പമല്ല. ചുണ്ടൊട്ട് താഴണം, പ്ലാവിലൊട്ട് പൊന്തണം എന്നല്ലേ കാരണവന്മാരുടെ ചൊല്ല്. എൻ്റെ മക്കളെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജീവിക്കാൻ കല്യാണം കഴിയണം, ഒരു ഭർത്താവിൻ്റെ കൂടെ പൊറുക്കണം എന്നൊന്നുമില്ല. അധ്വാനിച്ച് ജീവിക്കണം, അത്രയേ ഉള്ളൂ. എനിക്കൊരു ഭർത്താവിൻ്റെ കൂടെ പൊറുത്തിട്ട് 2 കുട്ടികളെ പ്രസവിച്ചു എന്നല്ലാതെ അവരെ വളർത്താൻ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ആ ഗതി എൻ്റെ മക്കൾക്ക് വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ബന്ധം പിരിയണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചോ? ഉവ്വ്, അത് തീരുമാനമായി. നന്നാവാനുള്ള സാഹചര്യങ്ങളൊക്കെ അവൾ ഒരുക്കി കൊടുത്തതാ. എന്നിട്ട് നേരെയാവാത്ത ആളെ നേരെയാക്കാൻ എന്തിനാ അവളുടെ ജീവിതം കളയണേ? അപ്പോൾ കേസിന് പോവാൻ തീർച്ചയാക്കിയോ? ഞാൻ തന്ന കാശ് പലിശ അടക്കം തിരിച്ചു തന്നാൽ മ്യൂച്വൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ കേസ് തന്നെ. തന്ന കാശിന് എൻ്റെ കയ്യിൽ രേഖയുണ്ട്. അയാളുടെ കടങ്ങൾ തീർത്തതിനും രേഖയുണ്ട്. മാഷൊരു അധ്യാപകനല്ലേ. പെണ്ണിനെ തല്ലുന്നത് ശരിയല്ലെന്ന് മകനെ ഉപദേശിച്ചില്ലല്ലോ. അതും പോരാ നിങ്ങളുടെ പെമ്പിളയുടെ ഉപദേശവും. അവരെ കുറേ അടി കൊണ്ടെടുക്കണമെന്ന്. ആണുങ്ങളാവുമ്പോൾ അങ്ങനെയൊക്കെ ആവും. പെണ്ണുങ്ങൾ സഹിച്ച് ക്ഷമിച്ച് പോകണമെന്ന്. വീട്ടിൽ വന്ന് കയറിയാൽ ആണുങ്ങൾക്ക് കുറച്ച് സ്വൈരം കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ കള്ളു കുടിക്കും. കുടിച്ചാൽ ബോധം ഇല്ലാണ്ട് ഒന്ന് വെച്ച് കൊടുത്തു എന്ന് വരും. അത് നടക്കണ ഒരു കാലം ഉണ്ടായിരുന്നു മാഷേ. കാലം മാറി. ഇപ്പോഴിങ്ങനെ പെൺകുട്ടികളെ കിട്ടില്ല. അവൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വരുമ്പോൾ വീട്ടിലിരുന്ന് കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കുമ്പോൾ തിരിച്ചാ കൊടുക്കേണ്ടത്. ഞാൻ നിങ്ങൾക്കെങ്കിലും കുറച്ച് മേലുകീഴ് ആലോചന ഉണ്ടാവും എന്ന് വിചാരിച്ചു. മേലുകീഴ് ആലോചിച്ച് തല്ലുകൊണ്ട് ഒരു ജന്മം കളഞ്ഞോളാം ഞാൻ. എൻ്റെ മക്കൾക്ക് അങ്ങനെ വന്നൂടാ. മോളെയും കൊണ്ട് കോടതി കയറി ഇറങ്ങാം. അതിനെന്താ? കോടതിയിൽ മനുഷ്യരല്ലേ. ഞങ്ങൾക്ക് തരാനുള്ള എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം പലിശ അടക്കം തിരിച്ചു തന്നാൽ ബാക്കി നഷ്ടങ്ങൾ സഹിച്ചോളാം. ഇല്ലെങ്കിൽ വക്കീലിനുള്ള കാശ് കൂടി കരുതിക്കോളൂ. എന്തിനാ പെൺകുട്ടിയെ പറയണേ? നിങ്ങളെപ്പോലുള്ള ഒരു പെണ്ണൊരുത്തിയുടെ മകളല്ലേ. ഒരു സംശയവും ഇല്ല. ഇനി ഒന്നും പറയാനും ഇല്ല. അപ്പോഴേക്കും ശാന്ത ടീച്ചറുടെ ഫോൺ വന്നു. ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഒരു ഗസ്റ്റ് വന്നു. അതേ പറ്റിയത്. തന്തപ്പടിയാവില്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ശരി, ഞാൻ ഇറങ്ങുകയാണ്. ലോനപ്പൻ മാഷ് കുടയെടുത്തു. ശരി. പുറത്തേക്ക് പോകുന്നത് നോക്കി നിന്നു. ആണുങ്ങളായാൽ അഭിമാനം വേണമെന്ന് ധാരാളം കേട്ടിരിക്കുന്നു. ശ്രീനിവാസനും അച്ഛനും മാത്രമേ നാണം കെട്ട കൂട്ടത്തിലുള്ളൂ എന്ന് വിചാരിച്ചതാ. മകനെ ന്യായീകരിക്കാൻ പുറപ്പെട്ട അധ്യാപകൻ. ഏത് ജാതിയിലായാലും മനുഷ്യർ ഒരുപോലെ തന്നെ. ശ്രീനിവാസൻ വളർന്ന സാഹചര്യവും അച്ഛനമ്മമാരുടെ പാരമ്പര്യവുമാണ് അങ്ങനെ ആയത് എന്ന് വിചാരിച്ചു. അച്ഛനെ പോലൊരു നല്ല മനുഷ്യനെ ഓർത്താണ് ഈ ബന്ധത്തിന് മുതിർന്നത്. ക്രിസ്ത്യാനികളൊക്കെ അച്ഛനെപ്പോലെ ഈശ്വരഭയമുള്ളവരും നേരും നെറിയും ഉള്ളവരുമാണെന്ന് കരുതി. അരിയും തിന്ന് ആശാരിച്ചയും കഴിച്ച് പിന്നെ നായ്ക്ക് മുറുമുറുപ്പെന്ന് പറഞ്ഞ പോലെ നന്നായി
മോൾ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. 5 മിനിറ്റ് കഴിയും മുമ്പ് ശാന്ത ടീച്ചർ എത്തി. പോവാം വിമലേ. ഡോറ് പൂട്ടി കാറ് പുറത്തേക്കെടുത്തു. ശ്രീനിവാസൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലായതിനു ശേഷം ശാന്ത ടീച്ചർ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. ടീച്ചർ വിളി വിട്ട് വിമലെ എന്ന് അധികാരത്തോടെ വിളിക്കാൻ തുടങ്ങി. ബഹുമാനമർഹിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് ടീച്ചർ വിളി നിർത്താൻ കഴിഞ്ഞില്ല. ടീച്ചർ വിചാരിച്ചത് നായർ സ്ത്രീയാണ് വിമല എന്നായിരുന്നു. ശ്രീനിവാസനെ കണ്ട ശേഷമാണ് പുലയ സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയത്. ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, എന്താണ് ഈ ജാതി? അമ്മ പുലയ സ്ത്രീ, അച്ഛൻ ക്രിസ്ത്യാനി, വളർന്നത് നായന്മാരുടെ 4 കെട്ടിൽ. കണക്കൻ ശ്രീനിവാസൻ്റെ ഭാര്യയായി, മക്കളും സങ്കരബന്ധങ്ങളിൽ ചെന്നുപെട്ടു. നിന്റെ മോള് ആ നസ്രാണിയുടെ തൊലിവെളുപ്പ് കണ്ട് മയങ്ങിയില്ലോ. നീയാണെങ്കിൽ അവർ ചോദിച്ചത് കൊടുത്ത് സൂഹിപ്പിച്ചു. അവൾ ചെക്കനെ വിട്ടു പോവില്ല എന്നുള്ള ധൈര്യ അവനെ ഇത്ര തെമ്മാടിയാക്കിയത്. അവൾക്ക് അവനോടുള്ള സ്നേഹം കണ്ടിട്ടാണ് ടീച്ചറെ ഞാനൊന്നും പറയാണ്ട് എല്ലാ കണ്ടീഷനും സമ്മതിച്ചത്. അവൾക്കാണെങ്കിൽ അവർ തമ്പ്രാട്ടിയും അങ്ങോട്ട് അംഗീകരിച്ചപ്പോൾ ഏതോ വലിയ കാര്യമാണെന്ന് തോന്നി. തെല്ലോളം അവൾ സഹിച്ചു. തന്തപ്പടി എന്തു പറഞ്ഞു? എൻ്റെ അഹങ്കാര മോൾക്ക് കിട്ടിയാണ്. ചുണ്ടിത്തിരി താഴണം, പ്ലാവിലെ ഇത്തിരി പൊന്തും വേണം അത്രേ. വീട്ടിൽ സ്വൈര്യം ഇല്ലാത്തതുകൊണ്ടാ ആണുങ്ങൾ കുടിക്കണതുകൊണ്ടാ തല്ലണതും. നീ എന്ത് മറുപടി കൊടുത്തു? അങ്ങനെ തല്ലുകൊള്ളേണ്ട ആവശ്യം എൻ്റെ മകൾക്കില്ല. തന്ന കാശിന് തെളിവുണ്ട്. അത് പലിശ അടക്കം തന്നാൽ നേരിട്ട് ഒപ്പിട്ട് പിരിയാം. അല്ലേ കേസിനുള്ള കാശ് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. കൊടുത്തതിന് തെളിവുണ്ടായത് നന്നായി. പ്രേമം തലയ്ക്ക് കയറുമ്പോൾ ഇതൊന്നും ഓർക്കില്ല. എനിക്ക് സ്വന്തം അനുഭവം കുറേ പഠിപ്പിച്ചു തന്നു. എൻ്റെ സ്വർണം മുഴുവൻ മഹാപാപികൾ നശിപ്പിച്ചു. ഞാൻ ടീച്ചറോട് പറഞ്ഞില്ലേ, ഞാൻ വളർന്നത് ഒരു നായർ തറവാട്ടിലാണെന്ന്. അവിടെ എന്നെ അവരുടെ കുട്ടിയായ വളർത്തിയതും സ്നേഹിച്ചതും. അവർ ടീച്ചറമ്മയും കുഞ്ഞമ്പാട്ടിയും തന്ന സ്വർണം കളഞ്ഞതാണ് എനിക്ക് സങ്കടമായത്. പ്രത്യേക പണിത്തരങ്ങളായിരുന്നു. എത്ര അന്വേഷിച്ചലഞ്ഞിട്ടുണ്ട് മക്കൾക്ക് വാങ്ങാനായി. കല്യാണത്തിൻ്റെ അന്ന് ഇട്ടതാ. എൻ്റെ അമ്മായിയമ്മ ഊരി വാങ്ങി, പിന്നെ കണ്ടിട്ടില്ല. നിൻ്റെ അമ്മായിയമ്മ ആരാ മോള്? നീ എനിക്ക് പറഞ്ഞു തരണ്ട. ഞങ്ങൾക്ക് അസ്സലമാണ് അറിയാം. എല്ലാവരും നാട്ടിലേക്ക് മാറ്റം വാങ്ങി വന്നു. നീ പറയണ ടീച്ചറമ്മയെ പോലെ അറിഞ്ഞു ഞങ്ങളുടെ അച്ഛൻ പണിക്ക് പോണിടത്തെ തമ്പ്രാട്ടി. കുട്ടാ, ഇവറ്റോൾ ഇങ്ങനെ ചേറിൽ കിടന്ന് മടക്കല്ലേ, രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാ ആ തമ്പ്രാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി താമസവും ഭക്ഷണവും കൊടുത്ത് ശമ്പളം കിട്ടുന്നവരെ പോറ്റി. ശമ്പളം കിട്ടി തുടങ്ങിയപ്പോൾ വാടക കാശ് പോലും മടക്കി കൊടുത്തില്ല ഈ അയ്യപ്പാപ്പനൊക്കെ. അന്ന് ജോലി കിട്ടിയവരൊക്കെ രക്ഷപ്പെട്ടോ? ഇല്ല. എൻ്റെ അച്ഛനും കുട്ടപ്പഞ്ഞാഞ്ഞയും മാത്രം. കുട്ടപ്പഞ്ഞാഞ്ഞ 10ാം ക്ലാസ്സിൽ തോറ്റതായിരുന്നു. തമ്പ്രാട്ടി ഇരുത്തി പഠിപ്പിച്ച് 10ാം ക്ലാസ് എഴുതി പാസ്സായി. ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിപ്പിച്ച് ടൈപ്പിസ്റ്റായി. പിന്നെ സ്റ്റെനോഗ്രാഫറായി. മക്കളും നന്നായി. മോള് ഡോക്ടർ, മകൻ ദൂരദർശനിൽ എഞ്ചിനീയർ. ആ ഏടത്തെയും ടീച്ചറായിരുന്നു. കുടുംബത്തേക്ക് നല്ല സഹായം ചെയ്തിരുന്നു. ഏട്ടൻ്റെ മക്കളെയും പെങ്ങന്മാരുടെ മക്കളെയും ഒക്കെ നേരെയാക്കാൻ നോക്കി. ഒന്നും നേരെയായില്ല. എത്തി. ആ കാണുന്ന സിംഹത്തിൻ്റെ തലയുള്ള ഗേറ്റ് തന്നെ. കാർ ഒതുക്കി പാർക്ക് ചെയ്ത് വക്കീലിൻ്റെ വീട്ടിലേക്ക് നടന്നു. വക്കീലൊരു സ്ത്രീ തന്നെ. അവരും ഡൈവേഴ്സിയാണത്രേ. അത് സംസാരിച്ച് വന്നപ്പോഴാണ് അറിയുന്നത്. വിവരമെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. ഇത്രയല്ലേ ആയുള്ളൂ, കുറച്ചുകൂടി പരീക്ഷിച്ച് നോക്കിക്കൂടെ എന്ന അഭിപ്രായമാണ് ആദ്യം പറഞ്ഞത്. സാറേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ചവളാണ്. അച്ഛനില്ലെങ്കിലും അമ്മ അലട്ടറിയാതെ വളർത്തി. നന്നായി പഠിച്ച് നല്ല ജോലിയും സമ്പാദിച്ചു. ആദ്യം വന്ന കല്യാണാലോചന അമ്മ തന്നെ സമ്മതിച്ചു. അമ്മ അച്ഛൻ്റെ കൂടെ ഓടിപ്പോകുന്നതായതുകൊണ്ട് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതാണ് അമ്മ അങ്ങനെ ചെയ്തത്. ബാങ്കിൽ ജോലി എന്നൊക്കെ കേട്ടപ്പോൾ മയങ്ങിപ്പോയി. ഞാൻ അനുഭവിച്ച സങ്കടം എൻ്റെ മകൾക്ക് വരരുത്. ഭർത്താവില്ലെങ്കിലും സ്ത്രീകൾക്ക് ജീവിക്കാം. എൻ്റെ അമ്മ എന്നെ അങ്ങനെ വളർത്തിയത്. എൻ്റെ മക്കളെ ഞാനും. ഭർത്താവിൻ്റെ 10 പൈസ ഞാനും മക്കളും അനുഭവിച്ചിട്ടില്ല. പ്രസവിക്കാൻ ആശുപത്രിക്ക് പോകാൻ പോലും സഹായം ഉണ്ടായിട്ടില്ല. അത് ടീച്ചർ പറയുന്നത് ശരിയാ. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. ഞാനും ഭർത്താവിനെ വിട്ടുകളഞ്ഞ സ്ത്രീ തന്നെ. അച്ഛൻ നല്ല പ്രാക്ടീസുള്ള വക്കീലായിരുന്നു. മക്കളെ ഡോക്ടർമാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന പൂതിക്ക് 2 പെൺമക്കൾക്കും ഡോക്ടർമാരെ കണ്ടെത്തി. നല്ല തൊട്ടും കൊടുത്തു. കിട്ടിയത് പോരാ, പിന്നെയും പോരട്ടെ എന്ന മനസ്സ്. വീട്, കാറ്, നഴ്സിംഗ് ഹോം, നീണ്ടുപോകുന്നു പട്ടിക. അതും സഹിക്കാം. പരസ്ത്രീ ബന്ധവും അടിപിടിയായപ്പോൾ സലാം പറഞ്ഞു പോന്നു. ഒരു മകളുണ്ട്. അവൾക്ക് അമ്മയെ തല്ലണ കണ്ട് സഹിക്കാൻ പറ്റണില്ല.
പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ കൂടാം എന്ന് വെച്ചാൽ അനിയത്തിയും ഭർത്താവും ഉണ്ട്. അച്ഛൻ പഠിപ്പിച്ച അച്ഛൻ്റെ മരുമകൻ ഡോക്ടർ അവിടെ കട്ടേക്കരടക്ക് നിൽക്കണ്ടെന്ന് കരുതി അച്ഛൻ്റെ ഔട്ട് ഹൗസിൽ കൂടി. അച്ഛൻ്റെ ഗുമസ്തയായി കൂട്ടത്തിൽ പ്രൈവറ്റായി LLB പഠിക്കും. അച്ഛൻ്റെ മോളല്ലേ, ആ ബുദ്ധിയൊക്കെ കുറേ കിട്ടിയേക്കണോ. ഞാൻ സ്വന്തം പ്രാക്ടീസ് തുടങ്ങി. ഭർത്താവായിരുന്നയാൾ മറ്റൊരു ഡോക്ടറെ കിട്ടി. ഞാൻ കൊടുത്ത കേസ് വിധിയായി. വീടും കാറും തിരിച്ചു തരേണ്ടി വന്നു. നഴ്സിംഗ് ഹോം പണിയാൻ കൊടുത്ത പണം പലിശയടക്കം തരാൻ വിധിയായി. കയ്യിൽ തൊട്ടില്ല. മറ്റേ ഡോക്ടർ ഡൈവേഴ്സ് തന്നെയായിരുന്നു. അവരോട് കടം വീട്ടാൻ പണം ചോദിച്ചപ്പോൾ കിട്ടിയില്ല. വീട്ടുകാരും സഹായിച്ചില്ല. നഴ്സിംഗ് ഹോം വിൽക്കാൻ വെച്ച് ആളെയും കിട്ടിയില്ല. ജീവിതം അവസാനിപ്പിച്ചു. എനിക്ക് ഒട്ടും സങ്കടം തോന്നിയില്ല. മകൾക്കും ഇല്ല. ചുണ്ടും വായും തിരിഞ്ഞു തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ പ്രകടനം കണ്ടതല്ലേ. ഞാൻ ഈ കുപ്പായം സെലക്ട് ചെയ്തത് അങ്ങനെ ചാവാതെ ചാവുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ കേസിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പണം കൊടുത്തതിന് തെളിവുണ്ട്. സാധാരണ ഈ കള്ളന്മാർ കാശായി വാങ്ങും. അപ്പോഴും തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. പീഡനത്തിൻ്റെ ഫോട്ടോസും ഹോസ്പിറ്റൽ റെക്കോർഡ്സും ഉണ്ടല്ലോ. ഞാൻ അവരെ വിളിച്ചു നോക്കാം. പണം തിരിച്ചു തരണമെങ്കിൽ കേസും കോടതി ചിലവും ഒഴിവാക്കാം. ബുദ്ധിയുണ്ടെങ്കിൽ കാശും തന്ന മ്യൂച്വലിന് ഒപ്പിടും. അത് തന്നെയാ സാറേ ഞാനും ഉദ്ദേശിച്ചത്. അല്പസ്വല്പം വിട്ടുകൊടുത്താലും കോടതി കയറി ഇറങ്ങണ അവസ്ഥ ഒഴിവാക്കാമല്ലോ. ശരി, റെക്കോർഡ്സ് കൊണ്ടുവന്നാൽ കേസ് ഫയൽ ചെയ്യാം. ശരി. വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെറുതെ ഓർത്തു, ഭർത്താവില്ലാത്ത അവസ്ഥ തലമുറകളായി അനുഭവിക്കുന്നല്ലോ. ലളിതയ്ക്കെങ്കിലും സമാധാനം കൊടുക്കണേ. സേതുവിന് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. നല്ല വിദ്യാഭ്യാസം. കണ്ടാലും ആരും ഇഷ്ടപ്പെടും. നല്ലൊരു ബന്ധം വന്നുകൂടാ എന്നില്ലല്ലോ. വക്കീലിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. നമ്മുടെ ആൾക്കാർ. അവർ മാത്രം എങ്ങനെ കള്ളുകുടിയും അടിയും പിടിയും ഉള്ളതെന്ന് വിചാരിച്ച് ഒരു ഡോക്ടറുടെ ഭാര്യ, പ്രസിദ്ധനായ വക്കീലിൻ്റെ മകൾ, ഉയർന്ന ജാതി. എന്നിട്ടും ശാന്ത ടീച്ചർ നെടുവീർപ്പിട്ടു. ശ്രീനിവാസൻ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനും വിചാരിച്ചു നമ്മുടെ ജാതിയിലെ പഠിപ്പും സംസ്കാരവും കുറഞ്ഞുകൊണ്ടാണ്. അമ്മ പറയാറുണ്ട് എല്ലാ കുടുംബങ്ങളിലെ കഥയും. എന്താ കാര്യം? പഠിപ്പും പ്രതാപവും സ്വത്തും ജോലിയും ഒന്നും കാര്യമില്ല. തലയിലെഴുത്ത് നന്നാവേണ്ടത്. അവരവർക്ക് ചേർന്ന ബന്ധം കിട്ടാനും ഭർത്താവിൻ്റെ മക്കളുടെയും സ്നേഹം കിട്ടാനും ഒക്കെ ഭാഗ്യം വേണം. മൂത്തോളെ ഒരു കറുമ്പന് കൊടുത്തതിൻ്റെ ദുഃഖം തീർന്നു. രണ്ടാമത്തോളുടെ സുന്ദരനെ കണ്ടപ്പോൾ ഈശ്വര, എൻ്റെ കുട്ടിയെ രക്ഷപ്പെട്ടല്ലോ. ഒരു ദിവസം എത്ര ആത്മഹത്യയും കൊലപാതകവും കേൾക്കേണ്ടി വരുന്നു. വാസ്തവ വിമലെ, ഇപ്പോഴത്തെ കുട്ടികൾ അവരോട് പ്രതികാരം തീർക്കാൻ കള്ളും കഞ്ചാവും ശീലിച്ച് തോന്നിയോ മണ്ണം നടന്ന് അവസാനം സ്വന്തം ജന്മം കളയും. അല്ലെങ്കിൽ മുതലിനായി ആണിരുന്ന് തീയുടെ കെട്ടിത്തൂക്കുകയൊക്കെ ചെയ്യും. നിൻ്റെ ഈശ്വരന്മാർ കാത്തതാ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ഈശ്വരൻ. ഞാനൊക്കെ ചെറുപ്പത്തിലെ പാർട്ടിക്ക് ജയ് വിളിക്കാൻ നടന്നിട്ടും അവരുടെ പ്രസംഗം കേട്ടിട്ടും ഒരു പണിയില്ലാത്ത മേലാളന്മാർക്കുള്ളതാ ദൈവവും അമ്പലവും എന്ന ധാരണയിലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും നല്ല വിശ്വാസമായിരുന്നു. അവരമ്പലത്തിലൊക്കെ പോവും. ഞങ്ങൾ മക്കളിങ്ങനെ ആയി. നിൻ്റെ നാമജപവും വായനയും എനിക്ക് ഇടയിളക്കം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിന്നത് ഗീത പഠിച്ചുകൊണ്ടാ. ശ്രീനിവാസനും കുടുംബവും കൂടി അത്ര കണ്ണീര് കുടിപ്പിച്ചേക്കണോ. തെറ്റായാലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അയാളൊന്ന് ചത്തുപോയെങ്കിലെന്ന്. സങ്കടം കൊണ്ടാ. നീയല്ല, പല പെണ്ണുങ്ങളും പ്രാർത്ഥിക്കുന്നതാ. പണ്ടാറക്കാലൻ ഒന്ന് ചത്ത് കിട്ടണേ, ഈ കുരുപ്പ് വഴിക്ക് വണ്ടി ഓട് വെക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കണ അമ്മായിയോളെയും ഇളയമ്മമാരെയും കണ്ട ഞാൻ വളർന്നത്. എൻ്റെ അച്ഛൻ മാത്രമേ കള്ളുകുടിയും പെണ്ണിനെ തല്ലാത്തതും ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്ത്. അച്ഛൻ ഞങ്ങളോട് പറയും അടി കൊള്ളാൻ നിൽക്കല്ലേന്ന്. എന്നിട്ടും അനിയത്തിക്ക് കിട്ടിയത് കുടിയനായി. അടിയും പിടിയും അത്യാവശ്യത്തിന്. അമ്മയും പെങ്ങളും മൂച്ച് കയറ്റിയിട്ടാ. കുറച്ചൊക്കെ അവൾ സഹിച്ചു. പിന്നെ നല്ല പാഠം പഠിപ്പിച്ചു. ഫ്ലാറ്റിൻ്റെ ഗേറ്റിലെത്തി കാറ് കയറ്റിയിട്ടു. ഒന്ന് കിടന്നുറങ്ങണം ടീച്ചറെ, ഇന്ന് എവിടേക്കും ഇല്ല. കുട്ടികളോട് പറയൂ ഞാനിന്ന് വരില്ല എന്ന്. വയ്യത്തോണ്ടാ, ഇല്ലെങ്കിൽ ടീച്ചറെ വീട്ടിൽ കൊണ്ടുവിട്ടേനെ. വേണ്ട, സ്റ്റോപ്പിൽ നിന്ന് എപ്പോഴും ബസ് കിട്ടും. 10 മിനിറ്റേ വേണ്ടൂ. നീ വല്ലതും കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? കാലത്ത് കഞ്ഞി വെച്ച് കുടിച്ചു. 2 നേരത്തേക്കും കൂടി വെച്ചതാ. ബാക്കി കാസറോളിലുണ്ട്. ഇപ്പോൾ കിടന്നൊന്ന് ഉറങ്ങിയ കഞ്ഞി ചൂടാക്കാൻ കുടിക്കുക. ശരി, ഞാൻ പോണു. നേരത്തിന് ഭക്ഷണം കഴിക്കണം. വെറുതെ ആലോചിച്ചിരിക്കണ്ട. അവൾ രക്ഷപ്പെട്ടുല്ലോ. ടീച്ചർ യാത്രയായി. കട്ടിലിൽ കയറി കണ്ണുമടച്ച് കിടന്നു. കുറച്ച് ദിവസമായി
എന്നും പെൺകുട്ടികളുടെ ദുർമരണമാണ് പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഒക്കെ. വീട്ടുകാർ വരെ കുറ്റപ്പെടുത്തുന്നു. ആ കുട്ടികൾ അനുഭവിച്ചതിലും എത്രയോ കടുത്ത പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മുടി കൂട്ടിപ്പിടിച്ച് ചുമരിൽ തലകൂട്ടി ഇടിക്കുക, 2 കവിളും ചെവിയും ചേർത്ത് അടിച്ചിട്ട് മുഖത്ത് കൈവിരൽ പാടുമായി എത്ര ദിവസം ഓഫീസിൽ പോയിരിക്കുന്നു. സേതുവിന് ഗർഭമുണ്ടായിരിക്കുമ്പോൾ 8 മാസമായി കാണണം. അടിവയറ്റിൽ ഒറ്റ ചവിട്ട്, അതികഠിന വേദന, ബ്ലീഡിങ്ങും. ചവിട്ടിയയാൾ കൂർക്കം വലിച്ചുറങ്ങുന്നു. പുറത്തു വന്ന അമ്മ മഹാറാണിയോട് വിവരം പറഞ്ഞു. ഈ രാത്രി എങ്ങനെ പോവാനാ, നാളെ പുലരട്ടെ. നടയിലകത്താണ് ഫോൺ. അതിൽ അന്നമ്മ സാറിന് ഫോൺ ചെയ്തു. വേഗം കാറും കൊണ്ടുവരുമോ, എനിക്ക് ആശുപത്രിയിൽ പോകണം, ബ്ലീഡിങ്. ആര് കാറ് കൊണ്ടുവന്നാലും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. അതിനാള് ഞാനാ, ഉരുമ്പെട്ടോള്. വേണ്ട, നാളെ ജയിലിൽ പോകാൻ തയ്യാറായിക്കോളാം. വെളിച്ചാവും വരെ ഞാൻ ജീവനോടുണ്ടാവില്ല. പാവാട പുക കാണിച്ചു കൊടുത്തു. പാട് കുതിർന്ന് കാലിലൂടെ ബ്ലഡ് ഒഴുകി തുടങ്ങി. ആ ചെക്കൻ എന്താ ഇങ്ങനെ? കൊലക്കുറ്റത്തിന് ജയിലിൽ കയറുമോ? മുറിയിൽ കയറി ഒരു ബാഗിൽ 4 ഓയിൽ സാരിയും പാവാടയും ജാക്കറ്റും മാക്സിയും ഒക്കെ വെച്ചു. അപ്പോഴേക്കും നടക്കുന്നിടത്തെല്ലാം ബ്ലഡ് ഇറ്റുകൊണ്ടിരുന്നു. പാഡ് മാറ്റി ഒരു സാരി 4ആയി കീറി മടക്കി. കുട്ടിക്കാലത്ത് ടീച്ചറമ്മ 1.5 ഉടുക്കാൻ ശീലിപ്പിച്ചിരുന്നത് കൊണ്ട് ഒരു സെറ്റ് മുണ്ടെടുത്ത് 1.5 എടുത്ത് ഉറപ്പിച്ചു. അപ്പോഴേക്കും അന്നമ്മ സാറിൻ്റെ കാർ പടിക്കലെത്തി. ആരെയും വിളിച്ചില്ല. തള്ള ഒരു സാരി വലിച്ചു കുത്തി പിന്നാലെ കയറി. കലാപരിപാടിയുടെ ബാക്കിയാവും അല്ലേ അന്നമ്മ സാർ? വയറ്റത്ത് ചവിട്ടി നോക്കിയതാ. ഡോക്ടറോട് പറഞ്ഞോളൂ, ഞാൻ ജീവനോടെ ബാക്കി കാണുമെന്ന് പ്രതീക്ഷയില്ല. ചത്താൽ മറ്റൊരു പെൺകുട്ടിക്ക് അയാളുടെ ചവിട്ട് കൊള്ളാൻ യോഗം ഉണ്ടാവില്ലേ? കേസാക്കണം കേട്ടോ സാറേ. എൻ്റെ മോളെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കണം. എന്താ കൊച്ചെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കൊന്നും വരില്ല. ഞാൻ വേളാങ്കണ്ണി മാതാവിനോട് വഴിപാട് നേർന്നിട്ടുണ്ട്. ശ്രീനിവാസിൻ്റെ അമ്മ ഒരക്ഷരം മിണ്ടിയില്ല. ബ്ലീഡിങ് കണ്ടതോടെ വിരണ്ടിരിക്കുന്നു. 15 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. കുട്ടി കേടുകൂടാതെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇനി പ്രസവിക്കരുത്. പാലക്കാട്ടേക്ക് പോവുകയാണെന്നല്ലേ പറഞ്ഞത്? ട്രെയിനിൽ പോയാൽ മതി. അവിടുത്തെ ഡോക്ടർക്ക് ഈ ലെറ്റർ കൊടുക്കണം. ബെഡ് റെസ്റ്റ് എടുക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോഴേക്കും അന്നമ്മ സാർ ലീവ് സാങ്ഷൻ ചെയ്തിരുന്നു. മദ്രാസ് മെയിലിൽ ടിക്കറ്റും റിസർവ് ചെയ്തിരുന്നു. അന്നമ്മ സാർ കൂടെ വന്നു. ശ്രീനിവാസൻ ആസ്പത്രിയിലേക്ക് വന്നേയില്ല. മരണത്തിന് രക്ഷപ്പെട്ടെന്നായപ്പോൾ ശ്രീനിവാസൻ്റെ അമ്മയും സ്ഥലം വിട്ടു. അന്നമ്മ സാറിൻ്റെ വേലക്കാരിയാണ് ഹോസ്പിറ്റലിൽ സഹായിച്ചത്. പാലക്കാട് ചെന്നിട്ടും മനസ്സിൽ ഭയമായിരുന്നു. കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ? ടീച്ചറമ്മ ഉള്ള കാലത്ത് പറയാറുണ്ട് ദ്വാദശാക്ഷരി എഴുതി പ്രാർത്ഥിക്കാൻ. നോട്ട് ബുക്ക് വെച്ച് എഴുതാൻ തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രസവം സിസേറിയൻ മതിയെന്ന് ഡോക്ടർക്കുള്ള ലെറ്ററിൽ എഴുതിയിരുന്നു. യൂട്രസ് എടുത്തു മാറ്റാനും. വേളാങ്കണ്ണി മാതാവിൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ കാരുണ്യമാവാം. രണ്ടും 2 വഴിക്കായി, പ്രശ്നം കൂടാതെ. പ്രസവിച്ചിട്ടും നല്ല റെസ്റ്റ് തന്നെ. ബെഡ് റെസ്റ്റ്. കുട്ടിക്ക് മുല കൊടുക്കാൻ മാത്രം എണ്ണീറ്റിരിക്കും. ഒന്ന് കൈ കൊണ്ട് എടുത്തിട്ടില്ല. പേറ്റുരക്ഷയും വേദുവിളിയും ഒന്നും ഉണ്ടായില്ല. അനങ്ങരുത് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 3 മാസം ഒറ്റക്കിടപ്പ്. 1 മാസം പ്രസവത്തിന് മുമ്പും 1 മാസം കഴിഞ്ഞിട്ടും. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് സിക്ക് ലീവ് എടുത്തു. ആയിടയ്ക്ക് കോളേജിൽ ഇൻ്റർവ്യൂവിനും പോയി. അമ്മ ഒറ്റയ്ക്ക് എല്ലാം കൂടി പറ്റില്ല, ഒരു ഹോം നഴ്സിനെ വയ്ക്കാം എന്ന് കരുതി. ടീച്ചറമ്മയുടെ പണിക്കാരിൽ ഒരു സ്ത്രീ സഹായത്തിന് വരാം എന്നേറ്റതോടെ സമാധാനമായി. സേതുവിനെ പ്രസവിച്ച് ബോധം വന്ന ഉടനെ അമ്മയോട് ചോദിച്ചത്, എൻ്റെ കുട്ടി? നിൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല, തങ്കക്കട്ട നോക്ക്. അവൾ ഒരു തങ്കക്കട്ട തന്നെയായിരുന്നു. ആ തങ്കക്കട്ടയുടെ ഭാഗ്യമാവും കോളേജിൽ ജോലി കിട്ടിയത് എന്ന് വിശ്വസിച്ചു. ആലപ്പുഴ നിന്ന് രക്ഷപ്പെടാൻ ഒരു കിട്ടിയ ചാൻസ്. ലളിതയെക്കാളും സുന്ദരിയും മിടുക്കിയുമായിരുന്നു സേതു. മെഡിസിൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എഞ്ചിനീയറിങ്ങിന് ചേർന്നത്. പ്രേമത്തിൽ ചെന്ന് ചാടിയപ്പോഴും അച്ഛനെയാണ് ഓർത്തത്. അച്ഛൻ്റെ ആത്മാവ് കണ്ടെത്തിയ ബന്ധമാണ് എന്ന് കരുതി. സ്വതവേ വിവാഹമോചനം അനുവദിക്കാത്ത ക്രിസ്ത്യാനികൾ ഭാര്യമാരെ സ്നേഹിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമാണെന്ന് ധരിച്ചു വച്ചിരുന്നു. അവരുടെ പെണ്ണുങ്ങൾക്ക് രക്ഷപ്പെടാൻ പോലും പഴുത് കാണില്ല എന്നതാണ് സത്യം. എന്തായാലും സേതു നല്ലൊരു തീരുമാനമെടുത്തല്ലോ. ഇല്ലെങ്കിൽ ജീവനും കൂടി ആപത്തായേനെ. ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജന്മമല്ലേ. ഞാൻ വിളിക്കുന്ന ദേവകൾ അവൾക്ക് കാവലായി കാണും. എത്ര തിരക്കുണ്ടെങ്കിലും നാമജപം മുടക്കാറില്ല. അപ്പൻ്റെ സ്വർണ്ണ കുരിശ് നെഞ്ചോട് ചേർത്ത് പിതാവേ കാത്തോളനെ എന്ന് പ്രാർത്ഥിക്കാനും. കല്യാണത്തിന് കയറുപിരി കഴുത്തിലിട്ട് തന്നപ്പോൾ കുരിശ് അമ്മ ഊരിയെടുത്തു. തൃശ്ശൂരെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ കുരിശ് കയ്യിൽ വെച്ചിരുന്നു. കൃഷ്ണൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഒരു ചെപ്പിൽ അതും സൂക്ഷിച്ചു.
അമ്മ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കുന്ന കണ്ടാണ് ആ ശീലവും തുടങ്ങിയത്. പത്രത്തിൽ ഓരോരുത്തരുടെ അനുഭവം കണ്ടപ്പോൾ ഈശ്വരന്മാരെ ഒന്നുകൂടി ഓർത്തു. കാത്തു രക്ഷിച്ചല്ലോ എൻ്റെ മോളെ. ഇനിയും ആ പിശാചിൽ നിന്ന് സംരക്ഷിക്കണേ. വഴിക്ക് വരാത്തവരെ ആസിഡൊഴിക്കലും കൊല്ലലുമല്ലേ പുതിയ ട്രെൻഡ്. എത്ര നികൃഷ്ടമാണ് മനുഷ്യ മനസ്സ്. ജാതി, കുലം, വിദ്യാഭ്യാസം ഒന്നും ഒരു മഹത്വമല്ല. സ്നേഹവും സംസ്കാരവും ഇല്ലാത്തിടത്തോളം നസ്രാണിയായാലും നായരായാലും നമ്പൂതിരിയായാലും കാര്യമില്ല. ദേവീ കവചം ചൊല്ലി പഠിക്കാൻ പറയണം സേതുവിനോട്. കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടാണ് എണീറ്റത്. മൊബൈലിൽ സമയം നോക്കിയപ്പോൾ 3 മണി. എന്തൊരുറക്കാ ഉറങ്ങിയത്. വാതിൽ തുറന്നപ്പോൾ മക്കൾ രണ്ടും ഓരോ സൂട്ട് കേസും കയ്യിലുണ്ട് അകത്തേക്ക് വന്നു. അമ്മ ഉറങ്ങായിരുന്നോ ലളിത? ഇന്നലെ ഉറങ്ങിണ്ടാവില്ല. എന്നെ വിളിച്ചിട്ട് കിട്ടാത്ത ദേഷ്യം അമ്മയോട് തീർത്തിരിക്കും സേതു. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ കോയമ്പത്തൂരിന്ന് ഉഗ്രൻ സാപ്പാട് കഴിച്ചു സേതു. എന്നാൽ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റ്, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഇത് നല്ല അടിയുടെ കുറവാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ നേരത്തിന് ഭക്ഷണം കഴിക്കണമെന്ന്. ചെറുപ്പമല്ല വെറ്റികൊണ്ട് തട്ടിയിടാൻ. നേരത്തിന് ഭക്ഷണം കൂടി കഴിക്കാഞ്ഞാലോ? എന്താ അമ്മ ഇത്? ലളിത: ഉറങ്ങിപ്പോയതാ കുട്ടി. ഇൻഡക്ഷൻ കുക്കറിൽ കയറ്റി വെച്ച് കഞ്ഞി ചൂടാക്കി പ്ലേറ്റിലെടുത്തു. 1 സ്പൂൺ നെയ്യും ചേർത്തു. ഫ്രിഡ്ജിൽ നിന്ന് അച്ചാറും കുപ്പിയും പുറത്തെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ലളിത എത്തി. എന്ത് തീറ്റയാണമ്മ ഇത്? എന്തെങ്കിലും ഇത്തിരി ഉപ്പേരിയോ പയറുപരിപ്പോ എന്തെങ്കിലുമൊക്കെ ചെല്ലണം. നല്ല കാലത്ത് ഒന്നും കഴിക്കാൻ കിട്ടാണ്ട് കഴിച്ചില്ല. ഇപ്പോഴെല്ലാം ഉണ്ടായപ്പോഴും ഒന്നും കഴിക്കണില്ല. കഷ്ടം തന്നെ ഇതൊക്കെ. ലളിത: അമ്മ, എനിക്കൊരു വായ കഞ്ഞിതാ. എത്ര കാലമായി കുത്തരിക്കഞ്ഞി കുടിച്ചിട്ട്. നല്ല നെയ്യിൻ്റെ മണവും. സേതു കഞ്ഞി കോരിക്കൊടുത്തു. 1 അല്ല 3 വായ. ഇന്ന് ഞാൻ കഴിച്ച അമ്മക്കുട്ടി പട്ടിണി. നാളെ രാവിലെ കഞ്ഞി മതി ഇട്ട അമ്മേ. സേതു എഴുന്നേറ്റു. കഞ്ഞി കാണുമ്പോൾ അമ്മമ്മയെ ഓർമ്മ വരണു. രാവിലെ വെണ്ണയിട്ട് പ്ലാവിലുണ്ട് കോരി തരാറുള്ളത്. അമ്മമ്മയുടെ ചീര ഉപ്പേരിയും തേങ്ങാ ചമ്മന്തി. ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ രുചി വരില്ല. എത്ര സുഖമുള്ള കാലമായിരുന്നു അത്. ലളിത: കല്യാണം കഴിയുന്നവരെയും എനിക്കും അങ്ങനെ തന്നെ. 3 അമ്മമാരാ മത്സരിച്ച് കൂട്ടാനും ഒരുക്കാനും. അമ്മയെക്കാളും എന്നോട് സ്നേഹമായിരുന്നു ടീച്ചറമ്മയ്ക്കും കുഞ്ഞമ്പാട്ടിക്കും. അവിടുന്ന് പഠിച്ചതാ രാവിലത്തെ ഈ കഞ്ഞികുടി. നെയ്യിന് പകരം വെണ്ണയാവും മാത്രം. ആ സംരക്ഷണത്തിൻ്റെ ഊക്കാവും തന്തപ്പടിയുടെ തല്ലും ചവിട്ടും കൊണ്ടിട്ടും ചാവാതെ കിടന്നത്. അന്നമ്മച്ചി വന്നപ്പോൾ അമ്മയുടെ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണമെന്നാണ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കണേ. ലളിത: കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി വരാനുള്ള കാര്യം ചിന്തിക്കാം. ഇന്നലെ ഇവളുടെ മാപ്പിളാർ വിളിച്ചിരുന്നു. പൊലച്ചിയേന്നുള്ള വിളി തുടങ്ങിയപ്പോൾ ഫോൺ ഓഫാക്കി. ഇന്ന് തന്തപ്പടി കാലൻ കുടയുമായി പ്രത്യക്ഷപ്പെട്ടു. എന്നെ കണ്ടു പഠിച്ചതാത്ര എൻ്റെ മോള. കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്ന് ഭീഷണി. അമ്മ അതിന് മറുപടി പറഞ്ഞില്ലേ? കോടതിയിലേക്ക് തന്നെയാണ് പോണേന്ന്. ചെക്കിൻ്റെ കോപ്പിയൊക്കെ കയ്യിലുണ്ട്. എൻ്റെ മോള് ബാങ്കിലടച്ച കടത്തിൻ്റെ കണക്കുമുണ്ട്. പണം തിരിച്ചു കിട്ടിയാൽ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത് പിരിയാം. അല്ലെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കും. പേടിയൊന്നുമില്ലയെന്ന്. അവരുടെ മോന് വേറെ പെണ്ണ് കിട്ടും. എൻ്റെ മോൾ ഇരുന്ന് നരയ്ക്കും എന്നൊരു ഭീഷണി. എനിക്കും ഭർത്താവില്ലാച്ചിട്ട് ഒരു പെണ്ണിനും ഒന്നും വരാൻ പോണില്ല. ഈ വക ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഞാനും. എനിക്കൊന്നും ഓർമ്മയില്ലേ. എനിക്ക് തോന്നിയതൊക്കെ ഞാനും പറഞ്ഞു. ഒരു മന്ത വെള്ളവും കുടിച്ച് ഇറങ്ങിപ്പോയി. അമ്മ വക്കീലിനെ കണ്ടോ? ലളിത: പോയിരുന്നു. ആദ്യം നന്നാവനൊരു ചാൻസ് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു വക്കീൽ. അങ്ങനെ ഒരാളെ സഹിച്ച് ഒരു ജന്മതം കഴിഞ്ഞതാ ഞാൻ. എൻ്റെ മക്കൾക്കത് വന്നുകൂടാന്ന് പറഞ്ഞപ്പോൾ കൺവിൻസ് ചെയ്തു. ആദ്യം കേസ് ഫയൽ ചെയ്യാം. സമൻസ് കിട്ടുമ്പോഴത്തെ റെസ്പോൺസ് നോക്കിയിട്ടാവാം ബാക്കി. പണം കൊടുത്തതിൻ്റെ തെളിവുണ്ടല്ലോ. തിരിച്ചു തരേണ്ടത് പലിശ അടക്കം. അവർ കോംപ്രമൈസിന് വരുമായിരിക്കും. പൈസ മുഴുവനും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. തലേന്ന് പോയി കിട്ടിയാൽ മതി. സേതു: ആദ്യത്തെ അവരുടെ ലോൺ തീർക്കാനുള്ള കാശും ചോദ്യവും പണ്ടം സെലക്ട് ചെയ്യാനുള്ള വരവും കണ്ടപ്പോഴേ ചെറ്റത്തരം മനസ്സിലായതാ. പിന്നെ ഇവൾക്ക് ആ ചെക്കനോടുള്ള ഭ്രമം കണ്ട് സമ്മതിച്ചതാ. തലയിലെഴുത്ത്. ലളിതേ, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു യോഗം. എൻ്റെ വേറൊരു യോഗം സേതുവിന്. അതിലും വിചിത്രം. നീയെങ്കിലും സമാധാനമായി കഴിയണേന്ന് പ്രാർത്ഥനയുള്ളൂ. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ അണ്ണാച്ചിയെ കൊണ്ടോ അവരുടെ കുടുംബത്തിലെ ആരെ കൊണ്ടോ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇവള് സേതു എന്ന് വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവളെ വഴക്ക് പറയുമായിരുന്നു അമ്മ. നല്ല ഈർക്കിലിച്ചൂല് വെച്ച് 4 കള്ള് കുടിച്ച് വന്ന് കയറുമ്പോൾ അങ്ങോട്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞ്.
അവളെ സമാധാനിപ്പിച്ചു. ഞങ്ങളൊക്കെ കൂടെയുണ്ട്. നിനക്ക് ആങ്ങളെയും അച്ഛനും ഇല്ലയെന്ന് വിഷമിക്കേണ്ട. നിൻ്റെ ചേട്ടൻ നിൻ്റെ ആങ്ങളെ തന്നെ. നിൻ്റെ ചേച്ചിയുടെ അപ്പൻ നിനക്കും അപ്പൻ തന്നെയാണ്. ഞാൻ എൻ്റെ അണ്ണനോടല്ലാതെ അവരോടൊന്നും പറഞ്ഞിരുന്നില്ല. അവൾ വന്നപ്പോഴാണ് എല്ലാം പറഞ്ഞത്. ഇന്ന് രാവിലെ പോരുമ്പോഴും സമാധാനിപ്പിച്ചു. ഇവിടെ വന്ന് രണ്ടുപേരെയും സമാധാനമാക്കി വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ട് അമ്മയും കൊണ്ടേ ചെല്ലാവൂന്ന്. എല്ലാ തല്ലും കൂടി തരില്ല ദൈവം. ചില തലോടലും ഒപ്പം. നെടുവീർപ്പിട്ടു. ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെച്ചു. ബെഡ്റൂമിലേക്ക് നടന്നു. കട്ടിലിൽ കയറി കിടന്നു. രണ്ടു മക്കളും അപ്പുറയും ഇപ്പുറയും കിടന്ന് കെട്ടിപ്പിടിച്ചു. ഭഗവാനെ, ഇവരെ കരുതിയ എല്ലാ കഷ്ടവും സഹിച്ചത്. അവരെ കാത്തോണേ.